വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണക്കുകൾ വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ സർക്കാരിന് ചെലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ്? അതിന്റെ വിശ്വാസ്യത എന്താണ്? പിന്നെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ തുടക്കം മുതൽ അവസാനം വരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുത്തത്. സാധാരണക്കാരന് പോലും അവന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ അവിടെ ഇത് കണ്ടു പരിശീലിച്ച ഉദ്യോഗസ്ഥർ അതിനെ ഗൌരവമായിട്ട് എടുക്കോ? ഒന്ന് സർക്കാർ റീതിങ്ക് ചെയ്യണം, പുനരാലോചിക്കണം. 2,000 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെയുള്ള വാർണിംഗ് മെക്കാനിസം ഉണ്ടാക്കുന്നതിന്, ഇവാക്യുവേഷൻ പ്ലാൻ നടത്തുന്നതിന്, ഇപ്പൊ വീണ്ടും അവിടെ കിടക്കുന്ന ആളുകൾ അപകട മേഖലയിലാണ്. അവരെ റീലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായി SDRF റൂളിന് അനുരോധമായി ഇത് തയ്യാറാക്കാൻ കഴിയും. എന്തായാലും ഇതിൽ വലിയ അപാകതയുണ്ടായി, വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിച്ചു. ഇത് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ? അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.